ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വ്യത്യസ്തമായൊരു കഥയാണ്. വെറൈറ്റി ഫുഡ്സ് കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ചുരുക്കം പേരെ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ആഹാരപ്രിയയായ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹശേഷം വെജിറ്റേറിയനായി മാറേണ്ടി വരുന്നു. അവളുടെ ഹസ്ബൻഡും മദറിൻലായുമായിരുന്നു തീരുമാനിക്കുന്നത് അവൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന്. വയറ് നിറയാനുള്ള ആഹാരം പോലും അവൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടാതെയായി. ഇതവളെ എത്രത്തോളം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം. നിങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി ഫുഡ്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പൂജ എന്ന് പറയുന്ന നമ്മുടെ നായികയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഹസ്ബൻഡ് രാജീവിന്റെയും അവളുടെ മദറിൻലായുടെയും കൂടെയാണ് അവൾ താമസിക്കുന്നത്. ആ ഫ്ലാറ്റ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നവരെല്ലാവരും തന്നെ വെജിറ്റേറിയൻസ് ആയിരുന്നു. പൂജയും പൂജയുടെ ഫാമിലിയും ഇതുപോലെ തന്നെയാണ്. ഒരു ദിവസം ഡെലിവറി ബോയ് അവിടേക്ക് മീറ്റുമായിട്ട് വന്നു. എന്നാൽ ഒരിക്കലും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നാരും തന്നെ ഓർഡർ ചെയ്തതായിരിക്കില്ല എന്ന് പൂജ പറയുന്നുണ്ട്. അവളുടെ മദറിൻലാ അത് കണ്ടതോടുകൂടി ആകെ പ്രശ്നമാക്കി. ആ ഡെലിവറി ബോയും കൂട്ടിക്കൊണ്ടുപോയി താഴെ സെക്യൂരിറ്റിയുടെ അടുത്ത് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ബാക്കിയുള്ള താമസക്കാരും സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്നു. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മാംസം കയറ്റരുതെന്ന് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഇവൻ എങ്ങനെ ഇതിനകത്ത് ഇതും കൊണ്ട് കയറിയെന്നാണ് അവർ ചോദിക്കുന്നത്. ആ സമയത്ത് പൂജയ്ക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവൾ 2 ദിവസം മുമ്പ് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. അങ്ങനെ അവൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇറങ്ങി. അവളുടെ ഡോക്ടർ പറയുന്നുണ്ട് അവൾ വളരെയധികം വീക്കാണ്, അതുകൊണ്ട് അവളുടെ ഡയറ്റ് ചാർട്ട് മുഴുവൻ മാറ്റണമെന്ന്. ഇങ്ങനെ വെജ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അറ്റ്ലീസ്റ്റ് എഗ് എങ്കിലും നീ ദിവസവും കഴിച്ചെങ്കിലേ പറ്റൂ. അതൊന്നും നടക്കില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതും കൂടി കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ വീക്കായി പോകത്തേ ഉള്ളൂ. അത് നിന്റെ ഹെൽത്തിനെ നല്ല പോലെ ബാധിക്കും. പൂജ ഒന്നും വേണ്ടാതെ റിപ്പോർട്ടും വാങ്ങി അവിടെ നിന്നും ഇറങ്ങി. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. അവൾ തന്റെ ഫ്രണ്ട് ലീലയുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ആകട്ടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്രയും സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്നത് അവൾക്ക് ആലോചിക്കാൻ കൂടി പറ്റിയില്ല. എന്നാലും വേറെ വഴിയില്ലാത്ത കാരണം അവൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അവൾ നല്ല വീക്കായത് കാരണം കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും അവൾ ക്ഷീണിച്ചു. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അവളുടെ ഫ്ലാറ്റിലെത്തി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ലീലയോട് പറയുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? രാജീവിനോട് സംസാരിച്ചാൽ മതി എന്നാണ് ലീല പറയുന്നത്. എന്നാൽ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലാന്ന് പൂജ പറയുന്നു. വിവാഹത്തിന് മുമ്പ് നീ നോൺ വെജ് എല്ലാം കഴിക്കുന്നതായിരുന്നില്ലേ? പിന്നെന്താ നിനക്ക് പ്രശ്നം? നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ രാജീവ് സമ്മതിക്കും. എന്നാൽ പൂജയ്ക്ക് തന്റെ വീട്ടിലെ സിറ്റുവേഷൻ നല്ല പോലെ അറിയാമായിരുന്നു. അവരാരും സമ്മതിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർ ചൂടാകും. ആ സമയത്ത് രാജീവ് അവളെ വിളിക്കുന്നു. കറക്റ്റ് സമയത്ത് അയാൾ വിളിച്ചത് നീ ഇപ്പൊ തന്നെ കാര്യം പറയാൻ ലീല അവളോട് പറയുന്നുണ്ട്. എന്നാൽ അവൾ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ രാജീവ് ഇങ്ങോട്ട് പറയുന്നുണ്ട് താൻ ആദ്യമായിട്ട് ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്നും ഒരു ബർഗർ ഓർഡർ ചെയ്തു. വെജ് ഓർഡർ ചെയ്തിട്ടും നോൺ വെജ് ആണ് വന്നത്. കഷ്ടകാലത്തിന് ഞാനങ്ങാനും കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ. തലനാരിഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെയൊക്കെ രാജീവ് പറയുന്നത് കേട്ടപ്പോൾ ലീലയ്ക്ക് മനസ്സിലായി പൂജ പോയി അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലാന്ന്. വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, നീ ദിവസവും പോയി പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് പോ, അതാ നല്ലത്. ഇവിടെ ഇഷ്ടം പോലെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വീട്ടില് നോൺ വെജ് കഴിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ അതേ മാർഗമുള്ളൂ എന്ന് പൂജയ്ക്കും തോന്നി. അങ്ങനെ അവളുടെ റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് എഗ് അടങ്ങുന്ന ഒരു ഡിഷ് ഓർഡർ ചെയ്യുന്നുണ്ട്. ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അവള്. അവൾ ഓർഡർ ചെയ്ത ഡിഷ് അവിടേക്ക് വരുന്ന ടൈം എത്തിയപ്പോഴേക്കും രാജീവിന്റെ കോൾ അവൾക്ക് വരുന്നു. അത് കണ്ടതും അവൾ ശരിക്കും പേടിച്ചു. ആ ഡിഷ് കഴിക്കാൻ പോലും നിൽക്കാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിറ്റേന്ന് അവൾ വീണ്ടും മറ്റൊരു റെസ്റ്റോറന്റിലെത്തി. ഇത്തവണ സെയിം അതുപോലൊരു എഗ് ഡിഷ് തന്നെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിഷ് അവളുടെ മുന്നിലേക്ക് വന്നു. കഴിക്കാൻ വേണ്ടി അവൾ തുടങ്ങിയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ അവളുടെ ഫ്രണ്ടിലിരുന്ന ആൾക്കാര് കൂടിയിരുന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. ആ സെൽഫിയിലെങ്ങാനും താൻ പെട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം. സോഷ്യൽ മീഡിയയിലൂടെ അതേതെങ്കിലും വിധേന കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കാരണം അവൾ മുഖം മറിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവൾക്ക് മനസ്സമാധാനത്തോടെ കഴിക്കാൻ പറ്റാത്ത കാരണം എഴുന്നേറ്റ് പോയി. ഇത്തവണയും പണിപാളിയ കാരണം അടുത്ത ദിവസം വീണ്ടും മറ്റൊരു റെസ്റ്റോറന്റിൽ അവളെത്തി. ഓർഡർ ചെയ്ത സാധനവും അവളുടെ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ അധികം ആൾക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ സമാധാനത്തോടെ ആ എഗ്സ് കഴിക്കാൻ ആരംഭിച്ചു. ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചിട്ട് മനസ്സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ ബാക്കിലൂടെ വന്നിട്ട് രാജീവ് എന്ന് വിളിക്കുന്നു. പേടിച്ചു പോയ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ മറ്റു 2 പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അത് വേറെ ഏതോ ഒരു രാജീവായിരുന്നു. പക്ഷെ ആ പേര് കേട്ടതും പേടിച്ച് അവൾ അത് കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അന്ന് രാത്രി പൂജയും രാജീവും അവളുടെ അമ്മായിമ്മയും ചേർന്നിരുന്ന ആഹാരം കഴിക്കുകയായിരുന്നു. രാജീവിനോട് അവന്റെ അമ്മ പറയുന്നുണ്ട് നാളെ മുതൽ 10 മണിക്ക് തനിക്ക് ബേക്കിംഗ് ക്ലാസ് ഉണ്ടെന്നും നീ പോകുന്ന വഴിയിൽ എന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നും. ഓക്കെ എന്ന് അവനും പറയുന്നു. ആഹാരം കഴിച്ച ശേഷം രാജീവും അവന്റെ അമ്മയെ എഴുന്നേറ്റ് പോയി. പൂജയ്ക്കാകട്ടെ വയർ നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആഹാരം മാത്രമാണ് അവരുണ്ടാക്കിയിരുന്നത്. നല്ല ഫുഡിയായിരുന്ന അവൾക്ക് വയർ നിറച്ച ആഹാരം പോലും അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു കണക്കിൽ കൂടുതൽ അവർ കഴിക്കാനും സമ്മതിക്കത്തില്ല. അവിടെ ഒരു ബോർഡിലായിട്ട് ഓരോ ആഴ്ച ഉണ്ടാക്കേണ്ട ഡിഷസിന്റെ പേരുകളെല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ചാണ് അവരവിടെ ആഹാരം പാകം ചെയ്യുന്നത് പോലും. അങ്ങനെ ഒരു വീക്കെൻഡില് അവൾ രാജീവിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ഡോക്ടറിനെ കണ്ടതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ അവൾ അവനോട് പറയുന്നു. താൻ ഒരുപാട് വീക്കാണ്, ദിവസവും എഗ്ഗ് കഴിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. വെജിറ്റേറിയൻ ആണെന്ന് അറിഞ്ഞിട്ടും ഡോക്ടർ എങ്ങനെ എഗ്ഗ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അതൊന്നും ശരിയാകില്ല എന്ന് അവൻ പറയുന്നു. നമുക്കതിന് വേറെ എവിടെയെങ്കിലും കാണിക്കാം
കാണിക്കാം, ആയുർവേദോ ഹോമിയോപ്പതിയോ ഏതിലെങ്കിലും കാണിക്കാം. എന്നിട്ട് അവളെയും കൊണ്ട് അവൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ അയാൾ എന്തൊക്കെയോ പച്ചമരുന്ന് കൊടുത്തു. നല്ല കയ്പുണ്ടായിരുന്ന ആ മരുന്ന് സ്മെല്ല് ചെയ്യാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. രാജീവ് അവളെ നിർബന്ധിച്ച് അത് കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പോലും അവൻ അവളെ എഗ്ഗ് കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അവസാനം ഗതി കിട്ടാൻ മരുന്നുമായിട്ട് അവൾ ലീലയുടെ അടുത്തെത്തി. അവളോട് അതൊന്ന് കുടിച്ചു നോക്കാൻ പറയുന്നു. ലീല വൊമിറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പുറത്തുപോയി തനിക്ക് കഴിക്കാൻ പറ്റില്ല, പേടിച്ചാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത്. പലതവണ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി ഓടിയതാ. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റുമെന്നാണ് അവള് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എഗ്ഗെങ്കിലും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ ബോഡി ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇവരുടെ കല്യാണ സദ്യ കഴിക്കുന്ന സമയത്ത് ആസ്വദിച്ച് ആഹാരം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു പൂജ. എന്നാൽ അവൾ ആദ്യം എടുക്കാൻ പോയ ഡിഷ് കണ്ടിട്ട് രാജീവ് അവളുടെ കയ്യിൽ അടിക്കുന്നു. അതെന്തിനാ ഇപ്പൊ എടുക്കുന്നേ, ഇത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ മറ്റൊരു ഡിഷ് ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ ഇഷ്ടത്തിന് ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കാത്തത് കാരണം അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞു. റോഡ് സൈഡിലെല്ലാം തന്നെ വൃത്തിഹീനമായിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ റോഡ് സൈഡിൽ കഴിക്കുന്ന ആ പാനിപ്പൂരിയുടെ ടേസ്റ്റോ ആ ഒരു രീതിയോ ഒന്നും തന്നെ അവൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് ആ റെസ്റ്റോറന്റിലിരുന്ന് പാനിപ്പൂരി കഴിക്കുന്നത് തന്നെ. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൾ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നും ഒരു പാക്കറ്റ് എഗ്ഗ് വാങ്ങുന്നു. എന്നിട്ട് കാറിൽ വന്നിരുന്ന ശേഷം ആ എഗ്ഗ് എല്ലാം തന്നെ ഒരു കവറിലാക്കി തന്റെ ഹാൻഡ് ബാഗിലേക്ക് വെക്കുന്നു. അതുമായിട്ട് അവൾ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവൾ വീണ്ടും പഴയൊരു കാര്യം ആലോചിക്കുന്നു. ഒരു ദിവസം രാത്രി അവൾക്ക് വിശപ്പ് മാറാത്ത കാരണം ഓൺലൈനായിട്ട് അവൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയം 12 മണിയായി. രാജീവ് നല്ല ഉറക്കമായിരുന്നു. അവൾ ഫുഡിന് വെയിറ്റ് ചെയ്ത് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ആ സമയത്താകട്ടെ ആ സെക്യൂരിറ്റി രാജീവിനെ വിളിക്കുന്നു. നിങ്ങളുടെ ഫ്ളാറ്റിലേക്ക് ഫുഡ് ഡെലിവറിയുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ. എന്നാൽ ഈ സമയത്ത് ആരെങ്കിലും ആഹാരം കഴിക്കുമോ, ഇവിടെ നിന്ന് ആരും ഓർഡർ ചെയ്തിട്ടില്ലെന്നും അത് നിങ്ങൾ തന്നെ വാങ്ങി കഴിച്ചുകൊള്ളാനും രാജീവ് പറയുന്നു. അതോടുകൂടി അവൾക്ക് അങ്ങനെ പോലും ആഹാരം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയിട്ട് ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പിന്നീട് ഇവരുടെ ആനിവേഴ്സറി ഫംഗ്ഷനിലാകട്ടെ പൂരി പെട്ടെന്ന് തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് രാജീവ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഒരു മേഡം 7 പൂരി എടുത്തിട്ട് പോയെന്ന്. ഒരാൾക്ക് 3 വെച്ചിട്ടാണ് അവർ കണക്ക് വെച്ചിരുന്നത്. ആ 7 ആരാ എടുത്തെന്ന് ചോദിക്കുമ്പോൾ അത് പൂജയായിരുന്നു. രാജീവ് പോയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നീ ആ പൂരി വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്തതാണോന്ന്. അല്ലെന്ന് അവള് പറയുന്നു. അതിലെന്തെങ്കിലും കേടുപാട് പറ്റിയിട്ട് നീ കളഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ അതും അല്ലാന്ന് അവള് പറയുന്നു. ഓ നീ കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുന്നു. അത് കേട്ടപ്പോ അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാലും തൽക്കാലം ഒന്നും പറയാതെ അവിടെ നിന്നും അവൻ പോയി. ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടി വരെ അവളെ കളിയാക്കുന്നുണ്ട്. പൂജേന്റെ ഭയങ്കര സ്ട്രോങ് ആണ്, 7 പൂരി ഒറ്റയ്ക്ക് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആഹാരം കഴിച്ചതിന്റെ പേരിൽ ഇവരെല്ലാവരും കളിയാക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നിയിട്ട് അവൾ അത് കളഞ്ഞിട്ട് പോകുന്നു. പിന്നീട് അവൾക്ക് അവിടെ നിന്ന് കഴിക്കാനും തോന്നിയില്ല. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആ എക്സുമായിട്ട് അവൾ നേരെ ഫ്ളാറ്റിലേക്ക് എത്തി. പലയിടങ്ങളിലും കൊണ്ടുപോയി ആരും കാണാതെ അത് ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് അവളുടെ മദറല്ല എന്നും രാവിലെ 10 മണിക്ക് കുക്കിംഗ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് അവൾ ആ എക്സ് എല്ലാം തന്നെ പുറത്തെടുക്കും. സമാധാനത്തോടു കൂടി അത് പല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കും. ഓരോ ദിവസവും അമ്മായിമ്മ പോകുന്നതും കാത്തിരിക്കുകയായിരുന്നു അവൾ. ചില ദിവസങ്ങളിൽ ഫ്രൈ ആയിട്ടും ചില ദിവസങ്ങളിൽ പുഴുങ്ങിയും മറ്റു ചില ദിവസങ്ങളിൽ സാൻഡ്വിച്ചും ഒക്കെ ആയിട്ട് അവളത് കഴിക്കാൻ തുടങ്ങി. ഓരോ തവണയും അവൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എല്ലാം തന്നെ സ്പ്രേ അടിക്കും, സ്മെല്ലൊന്നും തന്നെ വരാതിരിക്കാൻ. മാത്രമല്ല മുട്ടത്തോടെല്ലാം തന്നെ അവൾ ആരും കാണാതെ പുറത്തു കൊണ്ടുപോയി കളയുകയും ചെയ്യും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ അമ്മായിമ്മ ഇല്ലാത്ത സമയത്ത് മുട്ടയുമായിട്ട് കിച്ചണിലേക്ക് എത്തി. എന്നാൽ അവളുടെ കയ്യിൽ നിന്നും അറിയാതെ ഒരു മുട്ട താഴെ വീണ് പൊട്ടുന്നു. അവൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ മദറെല്ലാം തിരിച്ചു വന്നു. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അതെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് അവിടെയെല്ലാം സ്പ്രേ ചെയ്ത് ആ മുട്ടത്തോടെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് വാതിൽ തുറക്കുന്നത്. പക്ഷേ ഇവളി പുറത്തു കൊണ്ടുപോയി കളഞ്ഞ മുട്ടത്തോടാകട്ടെ അവിടുത്തെ സെക്രട്ടറി പിടിക്കുന്നുണ്ട്. അയാൾ എല്ലാരെയും വിളിച്ചിട്ടൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇതൊരു വെജിറ്റേറിയൻ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ഒരു കാരണവശാലും ഇതൊന്നും അലൗഡ് അല്ല. നിങ്ങളോടൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാരാ ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. വെറുതെ എന്തിനാ ഞാൻ അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു നോൺ വെജ് ഐറ്റവും കയറ്റാൻ പാടില്ല. അയാളാകട്ടെ നമ്മുടെ പൂജയെ നോക്കി തന്നെയായിരുന്നു ഇത് സംസാരിക്കുന്നത്. രാജീവിനും ഏകദേശം കാര്യം മനസ്സിലായി. പൂജയുടെ ടെൻഷനും കൂടി ആയപ്പോഴേക്കും തിരിച്ച് ഫ്ളാറ്റിലെത്തി കഴിയുമ്പോൾ അവനാകട്ടെ അവളെ ചോദ്യം ചെയ്യുന്നു. താനല്ലാന്ന് ആദ്യം അവള് പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് അയാൾ നിന്നെ നോക്കി തന്നെയാ സംസാരിച്ചതെന്ന്. ഒടുവിൽ അവൾ എല്ലാം തുറന്നു പറയുന്നു. ഞാനാണ് മുട്ട കൊണ്ടുവന്നത്. ഒരു തവണയെ ഞാനത് കഴിച്ചിട്ടുള്ളൂ. ഡോക്ടർ അത്രയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഓൾറെഡി വല്ലാതെ വീക്കാണ്. എന്നാൽ രാജീവ് അവളെ കുറെ വഴക്ക് പറയുന്നു. കല്യാണത്തിന് മുൻപ് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ വെജിറ്റേറിയൻ ആകണമെന്ന്. എല്ലാരും കൂടെ ഒരുമിച്ചെടുത്ത ഡിസിഷൻ അല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ മാറ്റാൻ നിൽക്കുന്നത്. എന്നാൽ അവള് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, എനിക്കും എഗ്ഗ് കഴിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. എന്റെ വീട്ടില് എന്റെ പ്ലേറ്റില് എന്താഹാരം വേണമെന്ന് മറ്റുള്ളവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാകണ്ടേ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അവളുടെ അമ്മായിയമ്മ ആകെ ദേഷ്യത്തിലായിരുന്നു. അവൾ എന്തോ വലിയ അനർത്ഥം ചെയ്ത പോലെയാണ് അവര് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട് നിന്റെ വീട് മാത്രമല്ല ഇത് ഞങ്ങളുടെയും കൂടെ വീടാണെന്ന്. അപ്പോൾ എല്ലാവരുടെയും രീതിക്ക് വേണം നിൽക്കാൻ. താൻ ഒരു തവണയെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കിയായിരുന്നു. പക്ഷെ ഷെൽഫിൽ നിന്നും അവന്റെ ഒരു മുട്ട കിട്ടി. ഇതുപോലെ പലയിടത്തും നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അതെല്ലാം തന്നെ മര്യാദയ്ക്ക് പുറത്തെടുക്കുന്നതാ നല്ലത്. നീയായിട്ട് തന്നെ കൊണ്ടു കളയണം. ഇവിടെ ഒരു കാരണവശാലും നോൺ വെജ് കയറ്റാൻ പാടില്ല. വേറെ നിവൃത്തിയില്ലാതെ അവൾ എല്ലാ മുട്ടകളും പുറത്തെടുത്തിട്ട് അതെല്ലാം കൊണ്ടുപോയി കളയുന്നു. പിറ്റേന്ന് അവൾ
ഞങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഒട്ടും സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. ഒരു വെയിറ്റ് പോലും അവളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അവൾ ആകെ ടയർഡായിരുന്നു. അതിനെനിക്ക് അവളുടെ ഒരു ഫ്രണ്ടിന്റെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്. ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതിൽ അവളുടെ ഫ്രണ്ടും പങ്കെടുക്കുന്നു. നീ എന്തായാലും കഴിക്കാൻ വരില്ല എന്നറിയാം, അറ്റ്ലീസ്റ്റ് നീ എന്നെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും വരണം. രാജീവിന്റെ ഓഫീസിന്റെ അടുത്താണ് വെന്യൂ. അതിനെപ്പറ്റി എല്ലാം തന്നെ പൂജ കുറെ ആലോചിക്കുന്നു. അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ആ ഫുഡ് ഫെസ്റ്റിവലിൽ അവളും പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആ വീക്കിലി മെനുവിന്റെ ബോർഡും തറയിലേക്ക് തള്ളിയിട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഓഫീസിലിരുന്ന രാജീവിന്റെ അടുത്തേക്ക് അവന്റെ കൊളീഗ് വന്ന് എന്തോ പറയുന്നു. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് രാജീവ് അവിടെ നിന്നും ഇറങ്ങി ഓടി ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ എല്ലാം തന്നെ അവൻ ആരെയും അന്വേഷിക്കുകയായിരുന്നു. ഒരിടത്ത് ആൾക്കാർ കൂട്ടം കൂടി നിന്ന് ആരെയൊക്കെ cheer ചെയ്യുന്നുണ്ട്. അവിടേക്ക് പോയി അവൻ നോക്കുമ്പോൾ കാണുന്നതാകട്ടെ പൂജ ഉൾപ്പെടെ വേറെ രണ്ടുപേരും കൂടി ആഹാരം മത്സരിച്ച് കഴിക്കുന്നതാണ്. അതിലെല്ലാം തന്നെ നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു. ഇത് കണ്ടതും അവൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവൻ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ പൂജയാകട്ടെ വീണ്ടും വീണ്ടും ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ഇനി അവൻ കണ്ടാലും കണ്ടില്ലെങ്കിലും തനിക്ക് ഒന്നുമില്ല എന്നുള്ള മട്ടായിരുന്നു അവൾക്ക്. താനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും തിരിച്ചുപോയി. ഒരാൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിൽ ചുറ്റുമുള്ള ആർക്കും തന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.